നടിയെ ആക്രമിച്ച കേസിലെ വിധിയിൽ 2 തട്ടിൽ തുടർന്ന ചലച്ചിത്ര പ്രവർത്തകർ. കേസ് സുപ്രീംകോടതിയിൽ പോയാലും അറിയാവുന്നതെല്ലാം പറയുമെന്ന് നടൻ ലാലും അതിജീവിതയ്ക്കൊപ്പമെന്ന് ആസിഫ് അലിയും പ്രതികരിച്ചു. വിധിയെതിരായാൽ ആക്ഷേപമുണ്ടാകുന്നത് സ്വാഭാവികമെന്ന് രൺജി പണിക്കർ പറഞ്ഞു. ദിലീപിനെ കോടതി വെറുതെ വിട്ടതോടെ സിനിമാ മേഖലയിൽ നിന്ന് ഉയരുന്നത് വ്യത്യസ്ത പ്രതികരണങ്ങൾ. വിധിക്കെതിരെ ഉന്നത കോടതിയിൽ അപ്പീൽ പോയാൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ മൊഴിയായി നൽകാൻ തയ്യാറാണെന്ന് സംവിധായകനും നടനുമായ ലാൽ. സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അറിയിച്ചിരിക്കും. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് നടൻ ആസിഫ് അലി. അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ്, ആര് ശിക്ഷിക്കപ്പെടണമെന്നുള്ളതിലല്ല. ആക്രമണം കൊട്ടേഷനാണെന്ന് പറഞ്ഞ സർക്കാരിന് അത് തെളിയിക്കാൻ ബാധ്യതയുണ്ടെന്ന് സംവിധായകൻ വിനയൻ. കാര്യം എന്താണ് പറഞ്ഞത്, പോലീസ് എന്താണ് പറഞ്ഞത്, ഇതൊരു വലിയ കൊട്ടേഷനായിരുന്നു എന്ന് ശക്തിയുക്തം പറഞ്ഞവരാണ്. അവർക്ക് തെളിയിക്കാൻ ബാധ്യതയുണ്ട്. ദിലീപിനെ പൂർണ്ണമായും പിന്തുണച്ച് രൺജി പണിക്കറും ധർമ്മജൻ ബോൾഗാട്ടിയും. ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കോടതി പറയുന്നതിനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത. ഇത്രയും കാലം അദ്ദേഹം അനുഭവിച്ചൊരു ഇതിനൊക്കെ ഒരു സമാധാനമുണ്ട്. ഇപ്പോൾ വിളിച്ചപ്പോൾ പോലും പുള്ളിക്കൊരു അങ്ങനത്തെ ഒരു സമാധാനം ഉണ്ട്. ദിലീപ് കുറ്റക്കാരൻ ആണെന്ന് തോന്നാൻ മാത്രം ഒന്നും തനിക്കറിയില്ലെന്ന് രമേഷ് പിഷാരടിയും പ്രതികരിച്ചു. ചെയ്തിട്ടില്ലെങ്കിൽ അതങ്ങനെ വേട്ടയാടലാണ്, അത് നമുക്കറിയില്ലല്ലോ, അത് അദ്ദേഹമാണ് പറയേണ്ടത്. റിപ്പോർട്ടർ, കൊച്ചി.